ഇന്ന് രണ്ടാം ശനിയാണ്. കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരികൾ ഇതര സംസ്ഥാനത്തു നിന്നുൾപ്പെടെ വർക്കല ബീച്ചിലേക്ക് എത്തിയിരുന്നു. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുകയും ചെയ്തു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം സുജയ. ഇതിന് സമാനമായ കൈവരി അവസാനം വരെ, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവസാനിക്കുന്നത് വരെ ഇങ്ങനെ ഒരു കൈവരി കയറ് കെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൈവരി ഒരു ഭാഗത്ത് നിന്നും അവസാനിക്കുന്ന സ്ഥലം വരെ തകർന്നു പോയി. ഇതുമുതൽ അവസാനിക്കുന്ന ഭാഗം വരെ കൈവരി തകർന്നു പോയതാണ് ഇങ്ങനെ ഒരു അപകടത്തിന് കാരണം. കൂടുതൽ ആളുകൾ എത്തിയിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാരണം ശക്തമായ തിരമാലയും ഇന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃക്സാക്ഷി ഒരാൾ കൂടെയുണ്ട്. എന്താ സംഭവിച്ചത് ചേട്ടാ? ചേട്ടാ നമസ്തേ, ഞാൻ വർക്കല സ്വദേശിയാണ്. നമ്മളെ ഈ മാർച്ച് മാസത്തിൽ കടൽക്ഷോഭം കൂടുതലുള്ള സമയമാണ്. മാർച്ച് ഇനി അങ്ങോട്ട് കടൽക്ഷോഭം കൂടുതൽ സമയമാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സംഭവം എന്ന് പറഞ്ഞാൽ ഓവർലോഡും മാത്രമല്ല കടൽക്ഷോഭം കൂടിയാണ് തകർന്ന് സംഭവിച്ചത്. എപ്പോഴായിരുന്നു? ഒരു വൈകുന്നേരം ഒരു 5 മണി സമയത്തോടെ ലൈഫ് ഗാർഡ് അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശങ്ങൾ ലൈഫ് ഗാർഡ് കൊടുത്തിട്ടുണ്ടെന്ന് അത് ഭാഗമാക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവനെ ഇവിടെ നിന്ന് തകർന്ന് ഒരുപാട് തീർച്ചയായിട്ടും 10-20 പേരോളം ബാരിക്കേഡ് തകർന്ന് കടൽക്ഷോഭം കൂടുതലായി രക്ഷപ്പെടുത്തി. അവിടുത്തെ ആംബുലൻസും വർക്കല പോലീസ് സ്റ്റേഷനും എല്ലാം ലൈഫ് ഗാർഡുകളൊപ്പം വന്ന് രക്ഷപ്പെടുത്തി. 2 പേര് ഇച്ചിരി സീരിയസ് ആണെന്ന് പറയുന്നു. 2 പേര് ഗുരുതരാവസ്ഥയിലാണ്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലൈഫ് ഗാർഡിന്റെ പ്രതികരണം കൂടി നമുക്ക് തേടാമെന്ന് തോന്നുന്നു. ചേട്ടാ, എന്താ സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഇത്? ഇതൊരു 4-4:30 മണിക്കകത്താണ്. അപ്പോൾ നല്ല ശക്തമായ തിരയുണ്ടായിരുന്നു. അവരെപ്പോഴും ആളെ കയറ്റുന്ന കുറച്ചാളെ തന്നെ കയറ്റിയിരുന്നത്. കാര്യം അവർക്ക് തിര ഉണ്ടായിരുന്ന അവർക്ക് അറിയാമായിരുന്നു. ശക്തമായ തിര ഇന്ന് മൊത്തം ഉണ്ടായിരുന്നുള്ള അറിയാമായിരുന്നു. പക്ഷേ പക്ഷെ പെട്ടെന്നുള്ള വലിയ ശക്തമായ തിര, എല്ലാവർക്കും ജാക്കറ്റ് ഉണ്ടായിരുന്നു. കൈവേരി തകർന്നാണ് എല്ലാവരും വീണത്. എല്ലാവരും അവരെ ഇവിടെ ഉള്ളവരുണ്ടായിരുന്നു, നമ്മളെ ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നു. മിനിറ്റുകൾക്കകം അവരെ രക്ഷപ്പെടുത്തി മേലെ കൊണ്ടുവന്നു. അവരെ വണ്ടി തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റി പെട്ടെന്ന്.